ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളൊരു വാൾ ഡെക്കോറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എത്ര സിമ്പിളായിട്ടൊരു വാൾ ഡെക്കോർ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് അതിന് ആദ്യം വേണ്ടത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡാണ്. അപ്പോൾ ആ കാർഡ്ബോർഡിൻ്റെ അകത്ത് അത്രയും വലിപ്പമുള്ള കാർഡ്ബോർഡ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു ചെറിയ വട്ടം വരച്ചെടുത്തിട്ട് ആ വട്ടം മാത്രം ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് വെട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ ഞാൻ ആ കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക കാർഡ്ബോർഡ് വെട്ടിയതിന് ശേഷം. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് ഒന്ന് ബ്ലാക്ക് കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഫുൾ ഫില്ല് ചെയ്യാൻ നോക്കാം. ഇനി നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് പേപ്പർ സ്റ്റിക്കാണ്. അപ്പോൾ നമുക്കൊരു 14 പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ഒരു 7 സെറ്റ് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഓരോ അളവിന് ഇതൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മുറിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ മൊത്തം 9 സെറ്റ് ഉണ്ട്. അപ്പോൾ ബാക്കി 2 സെറ്റ് ഞാൻ ഈ വേസ്റ്റായി കിടക്കുന്നതിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും ഇതേപോലെ വേസ്റ്റായി കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ കളർ ചെയ്ത് വെച്ച കാർഡ്ബോർഡ് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ പശ തേച്ചിട്ട് നമ്മളുടെ പേപ്പർ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ അളവിൽ മുറിച്ച് വെച്ച പേപ്പർ സ്റ്റിക്കൊക്കെ നമുക്ക് ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്കിനി കാണാം. നമുക്ക് ഇതേപോലെ താഴെ ഒന്ന് ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ ബുക്കിൻ്റെ ചട്ട ഒന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് അതിൽ കുറച്ച് പശ തേച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച പേപ്പർ അത്ര കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണില്ല. അപ്പോൾ ഞാൻ ഒരു ടാപ്പ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കതൊന്ന് പെയിൻ്റ് അടിക്കണം ആ പേപ്പർ സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് വരാം. ഞാൻ പെയിൻറ്റ് താഴെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബുക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഷീറ്റിൻ്റെയോ അല്ലെങ്കിൽ ബുക്കിൻ്റെ ഒക്കെ മുകളിൽ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെക്കോർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.